ഇന്നലെ രാവിലെ ബ്രദർ വന്ന് ഒരു ഭവനത്തിലോ ഒരാലയത്തിലോ 1-2 പേരിലും പ്രാർത്ഥിച്ചാൽ ആ ഭവനമോ ആലയമോ ദേശമോ നിലനിൽക്കുന്നു. എനിക്ക് ആ വാക്ക് ഒത്തിരി എന്നെ ആശ്വസിച്ചിട്ട് പ്രാർത്ഥിക്കാനുള്ള പ്രയോജനം എനിക്ക് ഈശോമിശിഹായ്ക്ക് അടുത്ത ആൾ വരാം. ഇനി ആരൊക്കെ വരാനുണ്ട്, പക്ഷേ എനിക്കത് തോന്നുന്നുണ്ട്. പക്ഷെ ആരോ പറയാൻ ഇപ്പോൾ പോകണ്ട. കാരണം നമ്മൾ ശക്തി സംഭരിച്ച എനിക്ക് വിശുദ്ധാത്മാവേ ഇതാ ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ വന്ന് ഒരു പ്രാവശ്യം പഠനം പ്രഘോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓടി ഓടി വരും. അടുത്ത ആൾ വരും. പറയോ സഹോദരന്മാരും സിസ്റ്റേഴ്സ്. ഈ ദിവസങ്ങളെല്ലാം സഹോദരങ്ങളുടെ ഈശോയെ ധാരാളമായി വരാൻ കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ സഹോദരങ്ങളിൽ ഇങ്ങോട്ട് പോരുവാനുള്ള ഒരുപാട് തടസ്സങ്ങൾ നടുവിലാണ് ഇവിടെ എത്തുവാൻ സാധിച്ചത്. എങ്കിലും ഈശോയുടെ ഇവിടെ വരുവാനും സഹോദരൻ്റെ വചനം കേൾക്കുവാനും കിട്ടിയ അവസരത്തെ കൊണ്ട് ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിലെല്ലാം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൂടെ ഞാൻ 6:14 കിട്ടിയ വചനം എന്നെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോവുകയും അതനുസരിച്ച് ജീവിക്കാമെന്ന് ഒരു പദവിയെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വിശ്വാസത്തെപ്പറ്റി ധാരാളമായി പഠിക്കുവാൻ, കേട്ട വചനങ്ങൾ നിവർത്തിയാക്കുവാൻ ദൈവമേ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയിലൂടെ ആണ് ഈ ചെറിയ വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ദിവസത്തെ കിട്ടിയ വചനങ്ങളെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രശാന്തത്തിന്, ആ സ്നേഹമുള്ള അച്ഛനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അച്ഛൻ കാരണമാണ് ഇന്നലെ ക്ലാസ് ഇവിടെ വരുവാനും ഇത് കേൾക്കുവാനും നിങ്ങളുടെ ദിവസത്തിൽ ധാരാളമായ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം പ്രാപിക്കുവാനും ഇടയായി. അതോടൊപ്പം തന്നെ ബ്രദറിൻ്റെ ധ്യാനം 95 ആണോ 97 ആണെന്ന് വിശദമായിട്ട് ഓർക്കുന്നില്ല. മരിക്കോ ദൈവത്തിലേക്ക് ഞാൻ കൂടിയാണ്. എന്നാൽ അതിനകത്ത് ഒരു വചനം എന്നെ എൻ്റെ ഹൃദയത്തെ ആഴമായി പറഞ്ഞു. ആ വചനം ഇതാണ്: റോമാലേഖനം 7-ാം അധ്യായം 23-ാം തിരുവചനം. ആ തിരുവചനം ആർക്കെങ്കിലും എടുത്ത് വായിക്കാവോ? മനുഷ്യൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന മറ്റൊരു നിയമം, വേറൊരു നിയമം മനുഷ്യൻ്റെ അവയവങ്ങളിൽ പോരാടുന്നു. ഇതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ഈശ്വര വചനം നമ്മുടെ ഹൃദയത്തിൽ നിർത്താതെ കൊണ്ടുപോകുന്നത്. ഈ ഒരു വചനത്തിലേക്ക് ഞാൻ ഉറച്ചു നിന്ന് പല പ്രാവശ്യം വേണമെങ്കിലും ഈ ഒരു വചനം എന്നെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ കുത്തി പറയും: നിന്റെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന വേറൊരു നിയമം ആണ് നീ എടുത്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് പരിശുദ്ധാത്മാവിനല്ല. ഇതുകൊണ്ടാണ് സഹോദരങ്ങളെ വീണു പോകാൻ കാരണം. വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു വചനം ഹൃദയത്തെ ആഴപ്പെട്ടതാണ്. എങ്കിലും എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. ഈ ഏഴുവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും എല്ലാവരും ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഭാര്യയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് സുഖമില്ല, 2 കാലിനും സുഖമില്ല, കണ്ണിനും ശരിക്കുള്ള കാഴ്ചയില്ല. എല്ലാവരും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് കാര്യങ്ങൾ വിശ്വസിക്കാം. യേശുവേ നന്ദി, യേശുവേ യേശു ആരാധന, യേശു മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ബ്രദർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ജ്ഞാനത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിരവധി സമയങ്ങളിൽ ഇതിനു മുമ്പ് നമുക്കുണ്ടായിട്ടുണ്ട്. ബ്രദറിന്റെ ക്ലാസ്സുകളിലൂടെയാണ് യഥാർത്ഥമായി കർത്താവ് എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ശുശ്രൂഷയിൽ പല പ്രാവശ്യങ്ങളിലായി കർത്താവ് ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങളുടെ ചുരുൾ അഴിയിച്ചത്. ഇന്നലെ ഇവിടെ ഈ അൾത്താരയിൽ വന്ന് വചനം പങ്കുവച്ചതിന് ശേഷം ഞാൻ രാത്രി കിടക്കാനായിട്ട് പോയപ്പോൾ കർത്താവ് ഓരോ സംഭവങ്ങൾ എൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അത് പങ്കുവയ്ക്കണം. ഞാൻ പിന്നെ ഓർത്തു, ഇന്നലെ പങ്കുവെച്ചതാണല്ലോ. ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് ചെയ്തു തന്നിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ അനുഭവങ്ങൾ. ഒരു കുടുംബം എൻ്റെ ഒരു സഹോദരത്തിൽ പറഞ്ഞു, അതിവിടെ പ്രഥമ സംഭവമായിട്ട് ബന്ധമുണ്ടാകുന്നത്. സഹോദരൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് 33 വർഷമായിട്ട് കുടുംബത്തിൽ ഒന്നും എനിക്ക് ചെയ്തു തരുന്നില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം കടന്നു വന്നു. വചനമെട്ടയിൽ കിടത്തി, വചനമെട്ടയിൽ എനിക്കൊന്നും പിടിയിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു, വചനമെട്ടയിൽ കിടന്നാൽ നിങ്ങളുടെ ഭർത്താവ് സുഖപ്പെടും, നിങ്ങളുടെ ഭർത്താവ് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. അവർ ചോദിച്ചു, എന്താണ് വചനമെട്ടയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ 21 വചനം കർത്താവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് തരാം. ആ വചനം എഴുതി നിങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ ഒട്ടിക്കണം. അവരതുപോലെ തന്നെ ആ വചനം എഴുതിക്കൊണ്ട് പോയി ആ ഭർത്താവ് അറിയാതെ ആ കട്ടിലിൻ്റെ അടിയിൽ ഒട്ടിച്ചു. നമ്മൾ അത് മാത്രം പോരാ, നിങ്ങൾ ഈ വചനം വീണ്ടും ആവർത്തിക്കണം കുടുംബത്തിൽ. അവരത് ആ വചനം വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ഭർത്താവിന് ഭയങ്കര മാനസാന്തരം. 10-20 വർഷമായിട്ട് വീട്ടിൽ ഒരു പരിപാടി ചെയ്യാതിരുന്ന ആ അച്ചായൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിൽ സാധാരണമായി ഓട്ടോ വിളിച്ച് ആ വീട്ടിലേക്ക് വരികയാണ്. അവർ പറയുന്നത്, ബ്രദറെ, അന്ന് ആ വചന മെക്ക ഞങ്ങൾ ഒരുക്കിയപ്പോൾ ഇത് അനേക സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. വചനമെക്ക മുകളിൽ കിടന്നപ്പോൾ അനേകം അത്ഭുതങ്ങൾ സാധിച്ചു. കർത്താവ് ഒരുപാട് നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവ് തരുന്നുണ്ട്. നിസ്സാരമായിട്ടുള്ള ചില ഇലകൾ, ചില രോഗത്തിന് കർത്താവ് നമ്മളോട് പറയും, ഇങ്ങനെ കൊടുക്കുക. അത് നമ്മൾ വിശ്വാസപൂർവ്വം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് സൗഖ്യം. 3 കരികാലങ്ങൾ കൊടുക്കുക, സൗഖ്യം. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇപ്പോൾ ജ്ഞാനത്തിന്റെ പുസ്തകം ഇവിടെ വായിക്കാൻ പറഞ്ഞ് വായിച്ചപ്പോൾ കർത്താവും ഒരു ചിന്ത തന്നു, നീ അതിൻ്റെ ഒരു പ്രാർത്ഥന എഴുത്. ആ ബൈബിൾ ഭാഗം വെച്ചിട്ട് സകലത്തിൽ രൂപപ്പെടുന്ന ജ്ഞാനമേ എന്നിൽ വന്നു നിറയണമേ. എന്റെ ചിന്തകളെ ഏറ്റെടുക്കണമേ. വിവേകത്താൽ എന്നെ നിറയ്ക്കുന്ന ജ്ഞാനമേ, എന്നെ വിവേകത്താൽ സഫലനാക്കണമേ. വിശുദ്ധമായ ജ്ഞാനമേ, വിശുദ്ധിയോടെ ജീവിക്കാൻ എന്നെ പ്രാപ്തനാക്കണമേ. അതുല്യമായ ജ്ഞാനമേ, എന്നിൽ വന്ന് നിറയണമേ. ബഹുമുഖമായ ജ്ഞാനമേ, എന്നെ നയിക്കണമേ. സൂക്ഷ്മവും ജലകാലവുമായ ജ്ഞാനമേ, എന്നെ ചലിപ്പിക്കണമേ. നിർമ്മലവും വ്യതിരക്തവുമായ ജ്ഞാനമേ, എന്നെ ഉജ്ജ്വലിപ്പിക്കണമേ. ക്ഷണമേൽപ്പിക്കാനാവാത്ത ജ്ഞാനമേ, എനിക്ക് ക്ഷണം നൽകുമ്പോൾ അതിന് ശക്തിയോടെ നിന്റെ വചനം പ്രഘോഷിക്കാൻ എനിക്ക് ശക്തി തരണമേ. നന്മയെ സ്നേഹിക്കുന്ന ജ്ഞാനമേ, നന്മയിൽ ജീവിക്കാൻ എനിക്ക് ശക്തി തരണമേ. തീഷ്ണതയേറിയ ജ്ഞാനമേ, തീഷ്ണതയിൽ ജ്വലിക്കുന്ന ആത്മീയ ശക്തിയെ എനിക്ക് പ്രദാനം ചെയ്യണമേ. അപ്രതിരോധമായ ജ്ഞാനമേ, നിന്നെ വചനത്തിൽ പ്രതിരോധിക്കുവാൻ ശക്തമായ കൃപ എനിക്ക് തരണമേ.
കൈയടിച്ച് കേൾക്കാൻ നന്ദി പറയാം. ദൈവത്തിന് സ്തുതി. സ്നേഹമുള്ളവരെ, ഒരു വചനമെന്ന് പ്രത്യേകം പറയേണ്ട എല്ലാ വചനങ്ങളും വളരെ അടുക്കും ചിട്ടയോടും കൂടി സാപ്പിടി പോലെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ വന്ന് പതിച്ചു. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സാധനം വിശുദ്ധ ബലിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്താണ് ഞങ്ങൾ വേറെ ഏത് പള്ളിയും വിശുദ്ധ കുർബാന കാണുന്നതിലും വളരെ അനുഗ്രഹപ്രദമാണ് IMS-ലെ കുർബാന. അത്രയ്ക്ക് എൻ്റെ മക്കളും ഒക്കെ പറയാറുണ്ട് IMS-ലെ കുർബാന ഉണ്ടാകും ഒരാഴ്ചത്തേക്ക് അത് ഫലപ്രദമായിരുന്നു. എങ്കിലും ഈ ബഹുമാനപ്പെട്ട ബ്രദർ ഏരിയയിലും മോശിക്കുമില്ലാത്ത ഭാഗ്യമാണ് നമ്മൾക്കൊക്കെ സിദ്ധിച്ചിരിക്കുന്നതെന്നുള്ള ആ തിരുവചനം അല്ല ആ വചനം വളരെയധികം ആഴത്തിൽ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാലും പ്രാർത്ഥിക്കാം. മരിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനപരമായിട്ടുള്ള ഒരവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നരകമോ ശുദ്ധീകരണ സ്ഥലമോ എന്താണെന്നൊക്കെ ഓർത്തിരുന്ന അവസരത്തിലാണ് ഇങ്ങനെ അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അതുപോലെ പശുപാത്മാവിനോട് ആരാധനയ്ക്ക് ശേഷം വേണം നമ്മൾ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടാനെന്ന് പറയുകയുണ്ടായി. അത് നല്ലൊരു അനുഭവമായിരുന്നു. അത് വ്യക്തിപരമായ പ്രാർത്ഥന ഇങ്ങനെ ഒന്നും പ്രത്യേകതയില്ല. എല്ലാം തന്നെ വളരെ നല്ലതായി ഈ ധ്യാനം നടത്താൻ ഏർപ്പാട് ചെയ്ത ബഹുമാനപ്പെട്ട പ്രസാദത്തിനും അതുപോലെ ബഹുമാനപ്പെട്ട ബ്രദറിനും ടീമിനും അതുപോലെ ബ്രദറിൻ്റെ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കൊന്ന് എഴുന്നേൽക്കുന്നു, സ്വന്തമായി ശ്രദ്ധിക്കാം. എന്നിട്ട് നമ്മുടെ ക്ലാസ് തുടങ്ങാം. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഒന്നെല്ലാവരും കരങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ച് കൈകൾ സ്തോത്രം. യേശുവേ നമുക്കിരിക്കാം. നമ്മൾ അല്പം കൂടി സമയം ജ്ഞാനത്തിലൂടെ കടന്നു പോകണം. നമ്മൾ രാവിലെ മുതൽ മനസ്സിലാക്കിയത് ഒന്നുകൂടി ആവർത്തിക്കുന്ന അതിൻ്റെ അവസാന ഭാഗം നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു. നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞെല്ലാവരും നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. എല്ലാവരും സകലതും രൂപപ്പെടുത്തുന്ന അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾക്ക് പലപ്പോഴും ആകുലതയും പ്രയാസങ്ങളും എല്ലാം ഉള്ളത് ഒന്നും കൃത്യമായിട്ട് രൂപപ്പെടുന്നതായി തോന്നുന്നില്ല. പല വർഷങ്ങളായിട്ട് പലതും നമ്മൾ ചെയ്യുന്നുണ്ട്, എങ്കിലും നമുക്ക് ഒരു പൂർണ്ണ സംതൃപ്തിയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ ചിലർക്കുണ്ടാകാറ്. അതിൻ്റെ ഒരു കാരണം നമ്മുടെ ദൈവം, നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്, നമ്മുടെ ദൈവം സൃഷ്ടിച്ചോ? എന്നാൽ സൃഷ്ടിച്ച് കഴിഞ്ഞോ? നമ്മളെ ദൈവം സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ് നമ്മളിപ്പോൾ. അങ്ങനെ ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്ന നമ്മൾ, മറ്റൊരു ചോദ്യം, ദൈവം നമ്മളെ എന്തിന് സൃഷ്ടിച്ചു? ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ എന്തിന് സൃഷ്ടിച്ചു? ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ഇത് ആർക്കും പെട്ടെന്ന് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. നിങ്ങളെല്ലാം സമ്മതിച്ചേക്കും ചിലപ്പോ, മനസ്സിലായി? ഇന്നത്തെ നമ്മളുടെ ലോകത്തിന്റെ പഴക്കം വാച്ചിൽ ഈ ഒരു ആശയം സ്വീകരിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും അവരുടേതായിട്ടുള്ള പ്ലാനും പദ്ധതിയും വെച്ച് ഭയങ്കര ആവേശത്തിൽ
അപ്പൊ നമ്മളെ വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വിടും. എൻ്റെ വീട്ടിൽ ആ വീട്ടിൽ എന്ത് വേണം, എനിക്ക് ആ മുറിക്ക് ഇന്ന വീതി വേണം, ഇന്ന നീളം വേണം, കാരണം അവിടെ ഇങ്ങനെ എനിക്ക് ആ അടുക്കളയ്ക്ക് ഇന്ന സ്ഥലം വേണം, അവിടെ ഇങ്ങനെ നമ്മൾക്ക് പല ആവശ്യങ്ങളിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. എന്ന പോലെ ദൈവം നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് പ്രത്യേകമായ ചില ആവശ്യങ്ങളും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ സൃഷ്ടിച്ച് കഴിഞ്ഞോടുകൂടി പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിൽ പലതും എന്തോ